കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ ഭക്തർ ഭവനേ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ. പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണുമെൻ
ശോഭയേറും ഓർ നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് 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 ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും.
ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ ഇട്ടി ചെറിയാനപ്പച്ചൻ ബേബിച്ചായൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നൽകിയതായിട്ടുള്ള ആയുസ്സിനെ പൂർത്തീകരിച്ച് പ്രിയദാസൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രിയദാസനിലൂടെ കുടുംബത്തിനും സഭയ്ക്കുമൊക്കെ ലഭിച്ചതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. 2015-2018 കാലയളവിൽ CSI ക്രൈസ്റ്റ് ചർച്ച് ഇൻ പെൻസിൽവാനിയ ഇടവകയുടെ വികാരിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പ്രിയ പിതാവുമായിട്ട് കൂടുതൽ അടുക്കുവാനും പരിചയപ്പെടുവാനും സ്നേഹബന്ധങ്ങളെ പങ്കിടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന CSI ക്രൈസ്റ്റ് ചർച്ച് ഇൻ പെൻസിൽവാനിയ ഇടവകയിൽ ആരംഭിച്ചതായിട്ടുള്ള സമയത്ത് ആരോഗ്യം അനുവദിക്കുന്ന ദിവസങ്ങളിലൊക്കെയും പ്രിയ പിതാവ് കുടുംബമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. മാത്രമല്ല, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ ബേച്ചാൻ്റെ കുടുംബം. അതോടൊപ്പം ഞാനിപ്പോൾ വികാരിയായിരിക്കുന്ന പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവകയുടെ അംഗം കൂടിയാണ് പ്രിയ ടീച്ചറിയനപ്പച്ചൻ പ്രിയ ബേച്ചാൻ. പള്ളം ഇടവകയുടെയും വിവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമാണ് പ്രിയ പിതാവിൽ നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പള്ളം ഇടവകയുടെ പാരിഷ് ഹോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നതായിട്ടുള്ള സമയത്ത് നാട്ടിൽ കടന്നു വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സാമ്പത്തിക സഹകരണം പ്രിയ പിതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഒരു നല്ല പിതാവിനെ ദൈവം ആ കുടുംബത്തിന് നൽകി, സഭയ്ക്ക് നൽകി. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പച്ചൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന സോവിച്ചാനെയും അനുചേച്ചിയും കുഞ്ഞുങ്ങളെയും, സൂസനെയും മനോജച്ചാനെയും മോളെയും, പ്രിയ അമ്മച്ചിയെയും മറ്റു പ്രിയപ്പെട്ടവരെയും സഹോദര കുടുംബങ്ങളെയൊക്കെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവകയുടെ അനുശോചനവും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ ബേബിയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അവൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അവൻ്റെ അവസാനത്തെ വരവാണെന്ന് ഞാൻ ഓർത്തേയില്ല. ബേബി ഞാനും പള്ളത്ത് വെച്ചുള്ള ഞാനും അവരും കൂടെ ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചൊരു മുറിയിൽ ഞാനും കൊച്ചവനും എല്ലാം ഒന്നിച്ചാണ് കഴിഞ്ഞ് കിടന്നിരുന്നത്. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ബേബിയെ ഞാൻ എത്രമാത്രം ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പാർക്കിലും ഹോട്ടലിലും എല്ലാം ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ എപ്പോഴും ഇവിടെ വരുമ്പോൾ സന്തോഷമായിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ അവൻ അവസാനമായിട്ടാണ് വന്നതെന്ന് എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ഞങ്ങൾ മാതാ ഫാർമസിയുടെ അവിടെ താമസിച്ചതും എല്ലാം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവനോട് പറഞ്ഞ് ഞങ്ങളെ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ബേബിയുടെ ഓർമ്മ മാത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. എനിക്ക് ഇറങ്ങാനും കൂടെ പറ്റുന്നില്ല. എല്ലാം എപ്പോഴും ഇത് ഓർത്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ എന്താ പറയേണ്ടത്? അവനെ കാണാൻ പറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് റെജി കുരുവിള. പ്രിയ ബേബിച്ചാൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ കൊച്ചുമകനാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം.
പള്ളം കുറ്റിക്കൽ കുടുംബാംഗങ്ങൾ ആണ് എങ്കിലും ഞങ്ങളുടെ പിതാവ് സഹോദരങ്ങളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോടിവിളഞ്ഞിയിലേക്ക് താമസം മാറ്റേണ്ടതായി വന്നു. എന്നാൽ കോടിവിളഞ്ഞിയും പള്ളവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളായി നിന്നിരുന്നത് പ്രിയ ബേബിച്ചാനും കുഞ്ഞുമാനച്ചാനും സഹോദരങ്ങളുമൊക്കെയാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ചടങ്ങുകൾക്കും മുടക്കം കൂടാതെ തന്റെ ഔദ്യോഗികമായ ചുമതലകൾക്കിടയിലും വന്ന് പങ്കെടുക്കുന്നതിൽ പ്രിയ ബേബിച്ചായൻ ഏറ്റവും ഉത്സുകനായിരുന്നു. മിതഭാഷിയായിരുന്നുവെങ്കിലും സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു. സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്ന പ്രിയ ബേബിച്ചാന്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു തീരാ നഷ്ടമാണ് എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. എല്ലാവരെയും ഒന്നായി കാണുവാൻ, വാത്സല്യത്തോടെ പെരുമാറുവാന്, സ്നേഹം പങ്കുവെക്കുവാന് ഒക്കെ ബേബിച്ചാൻ കാണിച്ചു തന്ന ആ നല്ല മാതൃക ഞങ്ങൾക്കൊക്കെ പിന്തുടരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബേബിച്ചാൻ തന്റെ മക്കൾക്കും ആ ഒരു നല്ല സ്വഭാവം പകർന്നു കൊടുത്തിട്ടുണ്ട്. പ്രിയ അമ്മാമ്മയായാലും അതുപോലെ തന്നെയാണ്. ആ ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച നല്ല സ്നേഹം, നല്ല കരുതൽ ഒക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയ ബേബിച്ചാൻ ഞങ്ങൾക്ക് മുൻപേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും ഞങ്ങൾ കുടുംബാംഗങ്ങൾ അക്കരെ ദേശത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുവാൻ പ്രിയ ബേബിച്ചാൻ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ഒരു വർഷം കുറ്റിക്കൽ കുടുംബത്തിൽ നിന്ന് അനേകരും മാറ്റപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മാമയ്ക്കും സോബിക്കും കുടുംബത്തിനും മറ്റ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റിക്കൽ കുടുംബത്തിന്റെ എല്ലാ ആദരവും എല്ലാ അനുശോചനവും ഞാൻ രേഖപ്പെടുത്തട്ടെ. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന KCT നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 953 മുതൽ എനിക്ക് ശ്രീമാൻ ഇട്ടിയുമായി ബന്ധമുണ്ട്. അദ്ദേഹം അന്ന് റെയിൽവേയിൽ ജോലിക്ക് ചേർന്നു. ഷൊർണൂരിൽ മുതലിയാർ തെരുവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോളനി, മുതലിയാർമാർ താമസിച്ചിരുന്ന ഒരു കോളനിയിലാണ് അദ്ദേഹം ഒരു ലോഡ്ജെടുത്ത് ആ ലോഡ്ജിലാണ് താമസിച്ചത്. കൂടെ ചന്ദ്രശേഖരൻ, കരുണൻ, കൃഷ്ണൻകുട്ടി തുടങ്ങി 5-6 പേരുണ്ടായിരുന്നു. അതിൽ കൃഷ്ണൻകുട്ടി നേരത്തെ തന്നെ മരിച്ചു. കരുണനും ചന്ദ്രശേഖരനും എവിടെയാണെന്ന് പറഞ്ഞില്ല, മറ്റുള്ളവർ എവിടെയാണെന്ന് പറഞ്ഞില്ല. ശ്രീമാൻ ഇട്ടിയുമായി പരിചയപ്പെടുന്ന ആ നിമിഷം മുതൽ തന്നെ അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ ലാളിത്യം, സ്നേഹം നിറഞ്ഞ പെരുമാറ്റം, സഹജീവികളോടുള്ള വളരെ സ്നേഹമസൃണമായ പെരുമാറ്റവും സഹിഷ്ണുതയും അദ്ദേഹത്തിൻ്റെ ജീവിത മുദ്രകളായിരുന്നു. ഒരിക്കലും അനാവശ്യമായൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരികയോ ആരെയും വെളുപ്പിക്കുന്ന സംഭാഷണമോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആരെ കണ്ടാലും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അവരുടെ വിശ്വാസം കവർന്നെടുക്കുന്നതിനുള്ള ലാളിത്യവും ഒരു വലിയ കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്നെക്കാൾ 2 വയസ്സ് താഴെയാണ് KCTക്കുള്ളത്. ഞാനാണ് ജ്യേഷ്ഠ സഹോദരനാകേണ്ടത് ഞാനാണ്. എങ്കിലും ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത് ഇട്ടിയെ. അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. അദ്ദേഹം എന്നെ വിളിക്കുന്നത് തന്നെ എൻ്റെ പേര് മുഴുവൻ വിളിക്കാറില്ല, ശ്രീ എന്നേ വിളിച്ചിട്ടുള്ളൂ. ശ്രീ എന്ന് വിളിച്ചാൽ എൻ്റെ വീട്ടുകാർ മാത്രം വിളിക്കുന്ന ഓർമ്മയെടുപ്പാണ്. ഈ പേര് കഴിഞ്ഞ ഒരു 60-70 വർഷമായിട്ട്
3 പേർ മാത്രമേ എന്നെ അഭിസംബോധന ചെയ്യാറുള്ളൂ. അപ്പോൾ അത്രയും ഒരു അടുപ്പം അദ്ദേഹവുമായിട്ട് എനിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുകയും ഒരു തരത്തിലുള്ള ഒരു അപകടത്തിൽ പെടാതിരിക്കുകയും അപകടത്തിൽ ആരെയും പെടുത്താതിരിക്കുന്നതിലും അദ്ദേഹം വളരെയധികം നിഷ്കർഷ ചെലുത്തിയിരുന്നയാളാണ്. ഈ അടുത്ത കാലത്ത് അമേരിക്കയ്ക്ക് പോയതിനു ശേഷവും അടുത്ത കാലത്ത് പോലും അദ്ദേഹം സഹപ്രവർത്തകരെ വിളിക്കുന്നതിൽ വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നില്ല. മിക്കവാറും എല്ലാ മാസങ്ങളിലും വരെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് അവരുമായുള്ള സ്നേഹങ്ങൾ പങ്കിട്ട് കുശലാന്വേഷണം നടത്തി എന്നുമെന്നും അവരുടെ എല്ലാ ഹൃദയങ്ങളിൽ ശ്രീമാൻ ടി ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിന് എല്ലാ ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടെ അവരുടെ സന്താപത്തിൽ പങ്കുചേരാനും ഈ അവസരം കുറ്റിക്കൽ പരേതനായ KCT എന്ന ബേബിച്ചായനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, ദൈവത്തിലൂടെ അടിയുറച്ച വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായ ബോധ്യത്തിൽപ്പെടേണ്ട കാര്യം. അതോടൊപ്പം ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുവാൻ കാണിച്ചതായ ആ കരുതൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് ഞാൻ കാണുന്നത്. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും കാണുവാനും അവരുടെ സ്നേഹവും പരിചരണവും സ്വീകരിപ്പാനും ഒക്കെയും ഇടയായത് ഒരു ഭാഗ്യമായി കാണുകയാണ്. 9 പതിറ്റാണ്ട് കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ദാസനിടയായി. എന്നാൽ അവിടെയൊക്കെയും തന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ബേബിച്ചാൻ എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പ്രത്യേകിച്ച് പള്ളത്തെ കണ്ണപ്പുറത്ത് കുടുംബവും പള്ളത്തെ കുറ്റിക്കൽ കുടുംബവും തമ്മിൽ മൺമറഞ്ഞുപോയ പിതാക്കന്മാരുടെ കാലം മുതലുള്ള ആ സ്നേഹബന്ധം മരിക്കുന്നത് വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും സുഖവും സങ്കടവും എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബേബിച്ചായനെ മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ കുടുംബസംഗമം നടത്തുമ്പോൾ ഈ പിതാവിനെ നമുക്ക് അവിടെ കാണാമെന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ യാത്ര ചെയ്യിക്കാം. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ബേബിച്ചാന്റെ മരണത്തിൽ ഞാൻ എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. 2008 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഫിലാഡൽഫിയ ക്രൈസ്റ്റ് CSI സഭയുടെ ഇടവപട്ടക്കാരനായിരുന്ന സമയത്ത് ആ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുമായിട്ടും വളരെയധികം സ്നേഹബന്ധം പുലർത്തുവാൻ ദൈവം സഹായിച്ചു. അതിലെ പ്രിയപ്പെട്ട ബേബിച്ചാനെ കുറിച്ചും സാറമാമയെ കുറിച്ചും ഓർക്കുമ്പോൾ ആ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം അവരുമായിട്ട് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ബേബിച്ചാന് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം സർവീസ് ചെയ്തതിന് ശേഷം റിട്ടയറായി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുവാനായിട്ട് ഇടയായത്. ബേബിച്ചാനെ കുറിച്ച് പറയുമ്പോൾ വളരെ അധികം ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭയിൽ ആദ്യം വരുന്ന ഒരു കുടുംബത്തിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട ബേബിച്ചാനും സോബിയും ആനിയും ആഷ്ലിയും ഏബലും എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജും സൂസനും അതുപോലെ ക്രിസ്റ്റിയും അവരെല്ലാവരും പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ സജീവമായിരുന്നു. കൊയറിൽ അന്ന് ആനിയും സൂസനും ക്രിസ്റ്റിയും ഒരുമിച്ച് ചേർന്ന് പാട്ടുപാടിയ ആ ഒരു സംഭവമൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുക. ആ രണ്ട് കുടുംബങ്ങളുടെയും വിശ്വാസത്തിന്റെ അധിഷ്ഠിതയുടെ കാരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ബേബിച്ചാനിൽ കൂടി പകർന്നു കിട്ടിയ ആ വലിയൊരു ഈശ്വര വിശ്വാസവും ദൈവ സാന്നിധ്യവുമായിരുന്നു എന്നുള്ളത് എന്നോർക്കുക. അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ എന്നെ
വിളിക്കുകയും ഞങ്ങളെ കുടുംബമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായിട്ട് കഴിഞ്ഞ നല്ല നിമിഷങ്ങളൊക്കെയും ഞാൻ ഓർക്കുക. വിശ്വാസപരമായി അവരുടെ പള്ളത്തുള്ള ആ കുടുംബവും ഒക്കെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ അവരെവിടെയായിരുന്നാലും അത് സഭയ്ക്ക് എന്നും ഒരു താങ്ങും തണലുമായിരുന്നു ആ കുടുംബം എന്നുള്ളത് ഓർക്കുക. പ്രിയപ്പെട്ട ദേവിച്ചാന് ദീർഘകാലമായിട്ട് കുറച്ച് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതം അത് വളരെ മാതൃകാപരമാണ്. മറ്റുള്ളവർക്ക് അനുകരണീയമായ അനേക സ്വഭാവങ്ങളും വ്യക്തിത്വങ്ങളും സവിശേഷതകളും അദ്ദേഹത്തിൽ ഞാൻ ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിട്ട് ഇവിടെ വന്ന് കണ്ട് ഞങ്ങളെ വിട പറഞ്ഞ ഒരു സമയവും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട അമ്മാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സ്പോർട്സിലൊക്കെ അന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അന്ന് കണ്ടത്. പ്രിയപ്പെട്ട ബേബിച്ചാൻ്റെ ഈ നിര്യാണത്തിൽ പ്രിയപ്പെട്ട സോബിക്കും ആനിക്കും ആഷ്ലിക്കും എയ്ബലിനും അതുപോലെ മനോജിനും സൂസനും ക്രിസ്റ്റിക്കും അവരുടെ ദുഃഖത്തിൽ ദൈവം അവരെ ആശ്വസിപ്പിച്ച് സഹായിക്കട്ടെ. ദൈവത്തിന്റെ താങ്ങും തണലും കൃപയും അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും അഗാധമായ ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. Respected Achans, family, and friends. My name is Susan Matthew, and I was the niece of Itti Cherian. My father was his younger brother. Though he went by many names, Itti, Baby Chayan, Appacha, there was only one name that my brother and I knew him by, and that was Partopa. For those who were not familiar with that name, when they heard us calling him that, the first reaction was, Partopa, Adantopera. That name came about when my older brother was a toddler. One day, Partopa gave my brother a toy radio as a gift that happened to play music. So the next day, when my brother saw him, he said, "De Partopa," and that was how that name came about. He also had a nickname for me as well. He never called me Susan, but he always said, "Chucha." I will miss how he used to call me that name, and I will miss hearing his voice. But despite how much pain and sadness that we are in, I know how blessed our family feels to have been able to spend so many years and share so many memories with him. And I find even more comfort knowing that he won't be alone and that he will be reunited with our dear Alexis again. Partopa, we love you, we miss you, and we hope to see you and Alexis again soon. Thank you. I am Samuel Philip from Philadelphia, originally from Anikad, Malapalli. I represent all Kannambalakal families. Dear Sobi is my sister Panamama's daughter Darley's husband. Dear Baby Chayan, who is in the presence of our Lord, he, Amama, and the children are a loving family. Dear Baby Chayan was a man of prayer, and he loved the Lord and the Lord's people. Whenever we have visited them, we used to talk about the Lord and the way the Lord kept us safe and provided all our needs. Even when he was sick, he never complained or heard any discouraging words. He was a cheerful man always. I have lots and lots of sweet memories of dear Baby Chayan to share, but time will not permit. For the last few months, he was sick. We prayed for his recovery, but the Lord, in his own time, called him to be with him. Today, he is more blessed than anyone else in this world. I convey my personal and all Kannambalakal families sincere and deepest condolences to all bereaving families. One scripture verse I would like to read, 1 Thessalonians chapter 4, verse 14 to 18. For we believe that Jesus died
and rose again, even so them also which sleep in Jesus will God bring with him. For this we say unto you by the word of the Lord, that we which are alive and remain unto the coming of the Lord shall not prevent them which are asleep. For the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ shall rise first. Then we which are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and so shall we ever be with the Lord. Wherefore comfort one another with these words. May God grant peace and comfort to all, especially to dear Amama, dear Sobi, Darley, Ashley, and Abel, and dear Sumol, Manoj, and Christy. May God grant peace and comfort to all. May God be with you all. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അനേക നല്ല സ്മരണകൾ നൽകി തന്നിട്ടാണ് പ്രിയ ഇട്ടിച്ചായൻ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ്റെ കോണം ഇടയായി തീർന്നിരിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. 95 സങ്കീർത്തനം 6 വാക്യത്തിൽ വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞ് എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്രകാരം ഈ അധ്യായത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ പോലും പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രസംഗിക്കുകയും പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനോഹരമായിരിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവിപ്പാണ്ടൊക്കെ. നോർത്ത് ഈസ്റ്റ് ഡേ കെയറിൽ കടന്നു വന്ന നാൾ മുതൽ അടുത്തിടപെടുവാനും സഹകരിക്കുവാനും ആത്മീയമായ കാര്യങ്ങൾ പങ്കുവെക്കുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് സഹായിച്ചിട്ടുണ്ട്. ഹോപ്പ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയെക്കുറിച്ചുള്ള നല്ല ദർശനമുള്ള വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നിത്യരക്ഷ ലഭ്യമാകൂ എന്ന് നല്ല അറിവും അത് അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു പ്രിയ ഇട്ടിച്ചായൻ. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ അച്ഛൻ്റെ ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു. അതിന് ഉദാഹരണമായി പറയുവാൻ അപ്പച്ചൻ്റെ സ്പെഷ്യൽ ഡേയ്സ് ഉള്ളതായ, അതായത് ബർത്ത്ഡേ, അതുപോലെ വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒന്നിച്ച് കടന്നു വന്ന് അവിടെ സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി പാടുകയും അവരെ പറ്റി പറയുകയൊക്കെ ചെയ്ത സമയങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. കൂടാതെ ആ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കിടുവാൻ തക്കണം സ്നാക്സൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ സന്തോഷിച്ച ദിവസങ്ങളെയൊക്കെയും ഞാനിപ്പോൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പച്ചൻ മക്കളെ പറ്റിയും കൊച്ചുമക്കളെ പറ്റിയും പറയാനുള്ളത്, ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു എന്ന് ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നതായ അവസരങ്ങളാണ് അപ്പച്ചൻ ഉണ്ടായിരുന്നത്. കൂടാതെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കുടുംബമാണ് എന്ന് ഞങ്ങൾക്ക് അവരുമായി ഇടപെട്ടപ്പോഴൊക്കെ മനസ്സിലായി. അപ്പച്ചന് ബൈബിളിലെ പഠിക്കുവാനും അതുപോലെ ബൈബിളിലെ നല്ല ജ്ഞാനവും അപ്പച്ചൻ ഉണ്ടായിരുന്നു എന്നുള്ളതായ ഉദാഹരണമായിട്ട് അവിടെ ഞങ്ങൾ ബൈബിൾ ക്വിസ് നടത്തുമ്പോൾ അപ്പച്ചന് മിക്കവാറും സമ്മാനം ലഭിക്കുന്നതായ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഞാനത് ഓർക്കുന്നു. അപ്പച്ചന് ബൈബിൾ പഠിക്കുന്ന ഒരാളായിരുന്നു, ബൈബിളിനെ പറ്റി നല്ല അറിവ് ഉള്ള ആളായിരുന്നു. കൂടാതെ പ്രിയ അപ്പച്ചനും അമ്മച്ചിയും അവരെ വേർപിരിക്കാൻ സാധിക്കാത്ത പോലെ വലിയ സ്നേഹത്തിൽ ഉള്ളവരായിരുന്നു. അത് ഒറ്റ വാക്കിൽ അതിനെപ്പറ്റി പറയാനുള്ളൂ, അവർ ഇണക്കുരുവികളെ പോലെ ആയിരുന്നു. എന്നാൽ ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്, വേദനയില്ലാത്ത രോഗമില്ലാത്ത ആ നിത്യസന്തോഷത്തിലേക്ക് പ്രിയ അപ്പച്ചൻ പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് പ്രത്യാശിക്കാനുള്ളത്, അമ്മച്ചി, മക്കളെ, കൊച്ചുമക്കളെ, നമ്മൾക്കിതിൽ ആശ്വസിക്കാം. ആ വലിയ പ്രത്യാശ നമ്മൾ നിറയട്ടെ. നമ്മൾക്ക് അങ്ങ് ചെന്ന് നമ്മൾക്കെല്ലാവർക്കും കൂടി ദൈവത്തെ മഹത്വപ്പെടുന്ന ദിവസങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ആ ഹോപ്പോടുകൂടി നമ്മൾക്കായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആരോടും പരാതിയില്ലാത്ത ഒരു മനോഹരമായ ഹൃദയത്തിൻ്റെ ഉടമ, എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കാനായിട്ട് നിത്യ തേജസ്സോടുകൂടി
സ്വർഗീയ തേജസ്സോടുകൂടി കർത്താവിൻ്റെ തേജസ്സോടുകൂടി കർത്താവിനോടൊപ്പം കാണുവാൻ കഴിയുമെന്ന വലിയ പ്രത്യാശ കൊണ്ട് എല്ലാ സംതപ്ത ഹൃദയങ്ങളും കർത്താവ് ആശ്വസിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ, സോബി മക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ സാറമാൻഡിക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ സമയത്ത് നോർത്ത് ഈസ്റ്റ് ഡേ കെയറിനെയും ഞങ്ങൾ പാസ്റ്റർ പി സി ചാണ്ടി ആൻഡ് സെലോമി, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഡേ കെയറിലുള്ള മറ്റുള്ളവരെല്ലാവരുടെയും കണ്ടോളൻസ് ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം തേജസ്സിൽ കാണാമെന്നുള്ള പ്രത്യാശ കൊണ്ട് എല്ലാ സംതപ്ത ഹൃദയങ്ങളും കർത്താവ് നിറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയ റനിയച്ചൻ, മറ്റ് വൈദികരെ, കുറ്റിക്കൽ ഇട്ടിയപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയ അമ്മച്ചി, സോബിയും കുടുംബാംഗങ്ങളും, സൂസനും കുടുംബാംഗങ്ങളും, പ്രിയ ക്രൈസ്റ്റ് ചർച്ചിലും അദേശത്തുമൊക്കെയുള്ള എല്ലാ വിശ്വാസ സമൂഹവുമേ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വേദനയുടെ ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു നിമിഷം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഫിലഡൽഫിയ ക്രൈസ്റ്റ് ചർച്ച് സഭയിൽ വന്ന സമയം മുതൽ ഈ സമയം വരെയും നല്ല ഒരു ബന്ധം കുറ്റിക്കൽ കുടുംബവുമായിട്ട് പള്ളത്തും ഫിലഡൽഫിയയിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം അനുവദിച്ചു. പ്രിയ സോബിയോടും പ്രിയ മനോജിനോടും ആ കുടുംബത്തോടുമൊക്കെ വളരെ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമാണ് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. പ്രിയ അപ്പച്ചൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തും ഫിലഡൽഫിയയിൽ മനോജിൻ്റെ ഭവനത്തിലും സോബിയുടെ ഭവനത്തിലും ചെല്ലുമ്പോഴൊക്കെയും ഒരു പുരോഹിതനെ എങ്ങനെ മാനിക്കണം, എങ്ങനെ കരുതണം, സ്നേഹിക്കണം, എങ്ങനെ കൂട്ടായ്മ ആചരിക്കണമെന്ന് വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ആ ബന്ധം സൂക്ഷിച്ചിരുന്നു. അമ്മച്ചിയും അതുപോലെ തന്നെയാണ്. ആ മക്കൾക്കൊക്കെയും ആ വലിയ കരുതൽ ലഭിച്ചതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പള്ള ഇടവകയിൽ കുറ്റിക്കൽ കുടുംബം വളരെ പുരാതനമായിട്ടുള്ള ഒരു കുടുംബമാണ്. അവരുടെ ബന്ധുമിത്രാദികളൊക്കെ എനിക്ക് പള്ളം സഭയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ കാണുവാനും പരിചയപ്പെടുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. 88 വർഷം ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് പ്രിയ അപ്പച്ചന് ദൈവം അവസരം കൊടുത്തു. അതിൽ 53 വർഷം പ്രിയ അമ്മച്ചിയുടെ കൂടെ ചേർന്ന് കുടുംബമായിട്ട് ജീവിക്കുവാനും ഔദ്യോഗിക ജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ വിശ്വസ്തനായി ജീവിക്കുവാനായിട്ട് അപ്പച്ചനെ ദൈവം സഹായിച്ചു. ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ സന്തോഷങ്ങളുമൊക്കെ ഈ നാളുകളിൽ അപ്പച്ചൻ കടന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. ചില നാളുകൾ രോഗിയായി കഴിഞ്ഞ സമയത്തൊക്കെയും വളരെ പ്രത്യാശയോടുകൂടെ നാട്ടിലായിരുന്ന സമയത്തും വിദേശത്തായിരുന്നപ്പോഴൊക്കെ ആ ഒരു ധൈര്യം അപ്പച്ചന് എപ്പോഴും ഉണ്ടായിരുന്നു. മക്കളോട് വലിയ കരുതലുണ്ടായിരുന്നു, സഭയിലുള്ളവരോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. നല്ല ഓർമ്മകൾ മാത്രമേ അപ്പച്ചനെക്കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യുന്നു എന്നാണ്. പറന്നു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It's always related to human soul because it's created by the Creator God and that is filled in our body through the nostrils when God breathed into the nostrils. That's what we believe. ആ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന, പറന്നു പോകുന്ന അനുഭവമാണ് മരണം. അത് വേദനാജനകമാണ്, അതോടൊപ്പം തന്നെ വേർപാട് ഉണ്ടാക്കുന്നതുമാണ്. ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സോബിക്കും കുടുംബത്തിനും മനോജനും കുടുംബത്തിനും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കാളിയായിട്ട് തീരുകയും അതോടൊപ്പം തന്നെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ എല്ലാ വേദനയിലും മുൻവികാരി എന്ന നിലയ്ക്ക്
നിങ്ങളുടെ കൂടെ ചേർന്ന് ഞാനും ഈ ദുഃഖത്തിൽ പങ്കാളികളായിത്തീരുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള അനുശോചനം അറിയിക്കുന്നു. അവസരം നൽകിയ റെന്നിയച്ചനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്നിൽ വിശ്വസിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കുമെന്ന് തിരുവചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല എന്നുള്ള ആശ്വാസം വചനം നിൻ്റെ മക്കളുടെ ഹൃദയത്തിൽ ബലമായി തീരുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവരുടെ കൂടെ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 88 വർഷം പ്രിയദാസൻ്റെ ജീവിതം ഈ ലോകത്തിന് അനുഗ്രഹമായി തീർന്നു. ഇപ്പോൾ നാഥ തിരികെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ വേർപാടിൻ്റെ വേദനയായിരിക്കുന്ന പ്രിയ അമ്മച്ചയെയും സോബിയെയും കുടുംബത്തെയും സുധനെയും കുടുംബത്തെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവസമാധാനം നിൻ്റെ മക്കൾക്കെല്ലാം അവിടുന്ന് പകർന്നു നൽകണമേ. സഭയെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെയൊക്കെ അങ്ങ് ബലപ്പെടുത്തണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റവറൻഡ് ഡോക്ടർ പോൾ പതിക്കൽ എന്നാണ്. ഞാൻ സെൻറ് തോമസ് ഇവാനിക് ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഒരു റിട്ടയേർഡ് പട്ടക്കാരനാണ്. ഇപ്പോൾ ഫിലഡൽഫിയയിൽ കുടുംബസമേതം താമസിക്കുന്നു. മിസ്റ്റർ KCT ബേവിച്ചായെന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ സോബിയാണ് എൻ്റെ ഭാര്യയുടെ നീസിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരുടെ കല്യാണം ആദ്യമായിട്ട് ആലോചിക്കുന്നതുമൊക്കെ ഞങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ 1-2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ വിനയ സ്വഭാവം, വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. രണ്ടാമത് അദ്ദേഹം ദൈവ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, ദൈവഭക്തനായിരുന്നു. പ്രത്യേകിച്ച് CSI ചർച്ചിനോട് ചേർന്ന് അദ്ദേഹം വളരെ പ്രവർത്തിച്ചിട്ടുണ്ടായെന്നാണ് ഞാൻ അറിയുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ട് നാട്ടിലായിരിക്കുമ്പോൾ ഇളയ സഹോദരങ്ങളെയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. മക്കളെ 2 പേരെയും പഠിപ്പിച്ചു, അമേരിക്കയിൽ കൊണ്ടുവന്നു. നല്ല കല്യാണാലോചനകളൊക്കെ വന്നു, നടത്തി കൊടുത്തു. കുടുംബസമേതം 2 മക്കളും സന്തോഷകരമായി ഇവിടെ അമേരിക്കയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷകരമായൊരു കുടുംബജീവിതം ആണ് അദ്ദേഹം നയിച്ചിരുന്നത്. ഭാര്യ സാറാമ്മയുമൊത്ത് അനേക നാള് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതിനായിട്ട് ദൈവം അവർക്ക് കൃപ കൊടുത്തു. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനെ പോലെ തന്നെ ദൈവചാനും പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം സ്വന്തം കിരീടം പ്രാപിക്കാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ഇതൊരു അവസാനമല്ലല്ലോ, ഒരു പുതിയ തുടക്കം മാത്രമാണ്. നമുക്കറിയാം കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ തൻ്റെ ദൂതന്മാരുമായി ഒത്തുവരുമ്പോൾ ഈ ബേവിച്ചാനെയും കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. എല്ലാവരുടെയും ഹൃദയം നിറയട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന സാറാമ്മയെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഞങ്ങളുടെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ഈ സമയത്ത് സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഡാർലിയുടെ മൂത്ത സിസ്റ്ററാണ്. പപ്പായുടെ വേർപാട് അറിഞ്ഞ സമയത്ത് വളരെ മനസ്സിന് പ്രയാസം തോന്നി. പപ്പായെ അവസാനം ഒന്ന് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം മനസ്സിനെ അലട്ടി. എന്നാൽ
നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ പപ്പായെ കാണാമെന്നുള്ളൊരു പ്രത്യാശയാണുള്ളത്. പപ്പായെപ്പറ്റി എനിക്ക് പറയുവാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു വാക്കിൽ ഒതുക്കുവാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പറയുവാൻ. പപ്പ ശരിക്കും നല്ല ഒരു മനസ്സിന് ഉടമയായിരുന്നു. പപ്പായുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ പപ്പായെ കാണുമ്പോൾ പപ്പ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഒരിക്കലും പപ്പ വയ്യ എന്നോ ഉള്ള ഒരു വാക്ക് പോലും പപ്പയുടെ വായിൽ ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. അത് ശരിക്കും ദൈവത്തിൽ ഭയങ്കര ഒരു പ്രത്യാശയുള്ള ഒരാളായിരുന്നു കൊണ്ടാണ് അത് സാധിക്കുന്നത്. പപ്പായെ ഒത്തിരി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ പപ്പ നല്ല കരുതലും സ്നേഹവുമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പപ്പായെ കണ്ട നാൾ മുതൽ പപ്പ ഭയങ്കര കരുതലുള്ള ഒരു പിതാവിൻ്റെ കരുതൽ പപ്പായിൽ എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സമയങ്ങളിൽ ഞങ്ങൾ വളരെ ഭാരവും പ്രയാസവും ഒക്കെ ആയിരുന്നു. ആ സമയങ്ങളിൽ പപ്പ ഞങ്ങളെ വന്ന് ആശ്വസിപ്പിക്കുകയും കരുതുകയും ഒരു അപ്പൻ മക്കളെ ചേർക്കുന്നത് പോലെ ഞങ്ങളോട് ചേർത്ത് പിടിച്ച് പപ്പായ്ക്ക് ഒരു കരുതലുണ്ടായിരുന്നു. അത് എപ്പോഴും അത് മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ്. പപ്പ എപ്പോഴും ഒരു പുഞ്ചിരിയോടുള്ള മുഖമായിരുന്നു പപ്പായ്ക്ക്. എന്നാൽ പപ്പ നിത്യതയിലുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മമ്മിയെയും സോബിയെയും കുടുംബത്തെയും സുമോളെയും കുടുംബത്തെയും ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ സോബിച്ചാൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്, നാട്ടിൽ നിന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് പപ്പായെക്കുറിച്ച് 2-3 വാക്കുകൾ പറയുവാനായിട്ടാണ്. പപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പ ഏറ്റവും നല്ലൊരു മനുഷ്യൻ, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു ആൾ. കാരണം ഞങ്ങൾ പപ്പ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളുടെ അടുക്കിലൊക്കെ വരുമ്പോൾ എപ്പോഴും നമുക്ക് ജീവിതത്തിലേക്ക് ഒരു നല്ല ധൈര്യം തരുന്ന വാക്കുകൾ, എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ടുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ഒരാൾ. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം നമുക്കതൊരു മാതൃകയാക്കി തന്ന ഒരു പപ്പായ. ആ പിതാവിൻ്റെ വേർപാടെന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു അനുഭവമായി മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല വാക്കുകൾ മാത്രമേ പപ്പയെക്കുറിച്ച് പറയുവാനുള്ളൂ. നേരോടെ നടക്കുന്നവർ നിർഭയമായി വസിക്കുമെന്ന് നമ്മൾ പറയുന്ന പോലെ പപ്പ അങ്ങനെ തന്നെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ ലോകത്ത്. മക്കളെ നല്ലോണം കരുതുക, മക്കളെ സ്നേഹിക്കുക, കൊച്ചുമക്കളെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെ ഒരാൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പപ്പായ്ക്ക് രോഗമുണ്ടെന്നുള്ള ഒരു കാര്യം പോലും പപ്പ മറ്റുള്ളവരെ കാണിക്കുകയായിരുന്നു. കാരണം അത് മറ്റുള്ളവരോട് അത് കാണിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത രീതിയിലായി മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു മാതൃകയാക്കി തന്ന ഒരു പിതാവാണ്. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ആയുസ് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന ഒരു പിതാവ്. ആ പപ്പായ്ക്ക് ഇങ്ങനെ ഒരു ജീവിതം കൊടുത്തപ്പം ആ ജീവിതം നയിച്ച ഒരു പപ്പായുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വർണ്ണിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. ആ പപ്പായുടെ ആ ദുഃഖത്തിൽ, അല്ലെങ്കിൽ ആ പപ്പായുടെ വേർപാടിൻ്റെ ആ ദുഃഖം ആയിരിക്കുന്ന ആ കുടുംബത്തിന് തീരാ ദുഃഖം തന്നെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊരാശ്വാസം തട്ടെ, സോബിച്ചാനി കുടുംബത്തിനും, അല്ലെങ്കിൽ മമ്മിക്ക്, വിശേഷം മമ്മിക്ക് ദൈവം സമാധാനത്തെ തരട്ടെ, സുമോൾക്കും കുടുംബത്തിനും ആശ്വാസം തരട്ടെ. അങ്ങനെ ഒരു പ്രത്യാശയിൽ പപ്പായെ കാണുവാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശയിൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യം ദൈവം തരട്ടെ. സർവശക്തനായ ദൈവം, വലിയവനായ ദൈവം, നമ്മുടെ ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു ദൈവം, നമുക്ക് എപ്പോഴും ധൈര്യം തരുന്ന ഒരു ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞക്കവനിൽ കുടുംബത്തിൻ്റെയും അനുശോചനവും ഞാൻ ഈ സമയത്ത് ഞാൻ അറിയുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനമുള്ള റെനി ഫിലിപ്പച്ചൻ,
വൈദിക ശ്രേഷ്ഠരെ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വിശ്വാസ സമൂഹമേ, ദൈവനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ഇട്ടി ചെറിയാൻ അപ്പച്ചൻ്റെ ധന്യവും അനുഗ്രഹീതവുമായ ജീവിതത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം ദാനമായി നൽകിയ ജീവിതം അർത്ഥവത്തായി പൂർത്തീകരിച്ച് പ്രിയമച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട അപ്പച്ചന് ചേരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നുവല്ലോ. ലോകപ്രകാരം മരണം ദുഃഖകരമായ അനുഭവമാകുന്നു എങ്കിലും ദൈവത്തിലുള്ളതായ പ്രത്യാശ എല്ലാ ഹൃദയങ്ങൾക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അപ്പച്ചനെ ദീർഘവർഷമായിട്ട് പരിചയപ്പെടുവാൻ അറിയുവാൻ എനിക്കും ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും CSI ഇടവകയുടെ സജീവ പ്രവർത്തകരായിരുന്നു. പല പ്രോഗ്രാമുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്നേഹപൂർവമായ വാത്സല്യപൂർവമായ ഇടപെടൽ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി തവണ അഡൽട്ട് കെയർ സെൻ്ററിൽ വെച്ച് പ്രിയപ്പെട്ടവരെ കാണുവാനും അവരോടുള്ള സ്നേഹവും സന്തോഷവും പങ്കിടുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ മകൻ സോബി ഇട്ടി എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ചർച്ചസ് ഇൻ പെൻസിൽവാനിയയുടെ സജീവ പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് സുവനീർ കമ്മിറ്റിയിൽ പ്രവർത്തിപ്പാൻ സാധിച്ചു. അദ്ദേഹം അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്യുന്നതായ ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ആ ബന്ധത്തിലും ഈ വേർപാട് വളരെയധികം ദുഃഖം നൽകുന്നുണ്ട്. എന്നാൽ ദൈവത്തിലുള്ളതായ ആശ്രയം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്നതായ പ്രിയപ്പെട്ട മക്കളെയും കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും വിശ്വാസ സമൂഹത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ചർച്ചസ് ഇൻ പെൻസിൽവാനിയയുടെ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ഇട്ടിയപ്പച്ചൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്കിടയിൽ നികത്താനാവാത്ത വിടവ് സൃഷ്ടിക്കുന്നു. ഇട്ടിയപ്പച്ചൻ നമ്മുടെ ചർച്ചിലെ ഒരു സീനിയർ മെമ്പറും നിറസാന്നിധ്യവുമായിരുന്നു. ഈ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമയോടും സോബി ആൻഡ് ഫാമിലിയോടും സൂസൻ ആൻഡ് ഫാമിലിയോടും ഉള്ള ചർച്ച് കമ്മിറ്റിയുടെയും നാമത്തിലുള്ള അനുശോചനം പ്രത്യേകമായി അറിയിക്കുന്നു. ഈ സമയത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉള്ള പ്രത്യേക അനുശോചനവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. Dear Samachi, Sobi Chain and Chechi, Susan Chechi, Manoj Chain, and children, and all the bereaving family members of our beloved Ittiyapachan. I stand with you in deep sorrow, knowing about the loss of our dear Appachan. I know no words can truly replace his absence at this time. As the Bible says in Revelation chapter 14, verses 13, I heard a voice from heaven write, Blessed are the dead who die in the Lord from now on. Yes, says the Spirit, that they may rest from their labors and their works follow them. This is an assurance from the God Himself that our Appachan is merely resting from all the labors that he has undertaken in this blessed earthly life, and that he is resting with the Lord Himself. It also says that his work will follow him, and this is for each one of his children and grandchildren. I vividly remember every Sunday that he waits patiently with his beloved wife in the back bench of our church after the church service, listening to our choir practices. I'm sure he enjoyed them, because each time we finish our practice, he comes forward and holds our hands and really appreciates the contributions. And he loved us singing always. And as for those people who don't, his daughter Susan, his daughter-in-law Annie, his grandchildren Ashley, Abel, and Christy, they've all been active members of our CSI Christchurch choir for many years. At this time, we, the choir members of the CSI Christchurch in Pennsylvania, Alex Jacob,
the choir leader, and myself, Tito George, the choir master, we would like to express our deepest condolences and offer our support and love to all of you in the days to come. Be blessed and continue to walk in the ways that our Appachan taught you. May God bless you all. Thank you. പ്രിയമുള്ളവരെ, CSI ക്രൈസ്റ്റ് ചർച്ച് സൺഡേ സ്കൂളിൻ്റെയും എൻ്റെയും വ്യക്തിപരമായുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുന്നു. ഇട്ടിച്ചെറിയാനങ്ങളെ ഓർക്കുമ്പോൾ മനസ്സിൽ ശാന്തനും സൗമ്യവാനുമായ ഒരു മുഖമാണ് ഓർമ്മ വരുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായി മറ്റുള്ളവർ പെരുമാറിയിരുന്ന അങ്കിള് രോഗാവസ്ഥയിലൊക്കെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ശുശ്രൂഷിപ്പാനുള്ള കൃപ ദൈവം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്കിള് ഈ സമയത്ത് ആൻറ്റിയെയും മക്കളെയും കൊച്ചുമക്കളെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ ഏവരെയും സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Hello. To those who don't know me, my name is Esther Jacob, and I am the Youth Secretary of CSI Christ Church in Pennsylvania. I would like to take this time to extend my condolences on behalf of the youth to Itti Appachan's family. I only know Itti Appachan by the strong faith and lessons he left to his grandchildren, Ashley, Christy, and Abel. His commitment to the church and his dedication to every member will never be forgotten as we learn and grow from his teachings. Our hearts and prayers are with his family, and may God provide you the peace and comfort in the knowledge that Itti Appachan has taken his rightful seat in heaven. Thank you. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഷാലു കുന്നോസ്. ഞാൻ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയയുടെ പ്രസിഡന്റാണ്. നമ്മുടെ കമ്മിറ്റി മെമ്പറും ഫണ്ട് റൈസിംഗ് കോർഡിനേറ്ററുമായ സോബി ഇട്ടിയുടെ പിതാവ് പ്രിയപ്പെട്ട ഇട്ടി ചെറിയാൻ നമ്മളെല്ലാവരും വിട്ട് യാത്രയായ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അദ്ദേഹം കഴിഞ്ഞ 88 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. തൻ്റെ കടമകളൊക്കെയും നിർവഹിച്ച് നമ്മെ വിട്ട് യാത്രയായിരിക്കുകയാണ്. പ്രിയപ്പെട്ട സോബിയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളായി മുഴുവൻ സമയവും തൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കാനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ വിയോഗത്തിൽ മലയാളി അസോസിയേഷൻ ഓഫ് ഫിലഡൽഫിയയുടെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്ന് എല്ലാ കാര്യങ്ങളിലും കുടുംബത്തോടൊപ്പം ഞങ്ങളും ഉണ്ടാവും എന്ന് അറിയിക്കുന്നു. താങ്ക് യു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട ഇട്ടി സാർ. ഇട്ടി സാറും കുടുംബവും അമേരിക്കയിൽ എത്തിയ കാലം മുതൽ ഏകദേശം കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലം കൊണ്ട് അടുത്തറിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇന്ന് നമ്മളോട് വിടവാങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ഇട്ടി സാർ. ഒരേ ദേവാലയത്തിൽ ഒന്നിച്ച് ആരാധിക്കുവാനും ഒന്നിച്ച് തിരുമേശയിൽ പങ്കെടുക്കുവാനുമുള്ള ഭാഗ്യം ഈ കാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് അഡൽട്ട് ഡേ കെയറിൽ കുറേ നാളുകൾ ഞങ്ങൾക്കൊന്നിച്ച് അടുത്ത് ഇടപഴകുവാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കളങ്കമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട ഇട്ടി സാർ. ഇവനിൽ കപടമില്ല എന്ന് നഥനയേലിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞതുപോലെ ഈ ഇട്ടി സാറിനെ കുറിച്ചും നമുക്ക് പറയുവാൻ കഴിയും, ഇവനിൽ കപടമില്ല എന്ന്. ഒരിക്കൽ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും തിരുവചനത്തിൽ നിന്ന് മാറ്റരുതെന്നല്ലേ സാറേ പറഞ്ഞിരിക്കുന്നത് എന്ന്. അതെ, തിരുവചനത്തെ അതേപോലെ വിശ്വസിച്ചിരുന്ന, അതിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റരുത് എന്നുള്ള വിശ്വാസത്തിൽ
പൂർണ്ണമായി ആശ്രയിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു പ്രിയപ്പെട്ട ഇട്ടി സാർ. ഒരു മാറ്റവും കൂടാതെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ തിരുവചനത്തെ വിശ്വസിച്ചിരുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. ഒരു പിതാവിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോൽ ആ പിതാവിൻ്റെ മക്കളായിരിക്കും. പ്രിയപ്പെട്ട സോബിയും സൂസനും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന 2 മക്കളാണ്. അവർക്ക് ലഭിച്ച കുടുംബങ്ങളും, സോബിയുടെ ഭാര്യ ആനി എൻ്റെ ഒരു ഗുരുനാഥൻ്റെ മകളാണ്. അതുകൊണ്ട് ആ മകളോടും ആ കുടുംബത്തോടും പ്രത്യേകിച്ചൊരു സ്നേഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ സൂസൻ്റെ ഹസ്ബൻഡ് മനോജും ആത്മീയ ജീവിതത്തിൽ പൂർണ്ണ നിഷ്ണാതനായി ഇരിക്കുന്ന ഒരു യുവാവാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഉടമയായിരുന്നു ഇട്ടി സാർ. സാറാമ്മയ്ക്ക് നല്ലൊരു ഭർത്താവ്, നല്ലൊരു കുടുംബത്തിൻ്റെ ഉടമ. ഈ നിലയിലെല്ലാം ഇട്ടി സാർ ആദരണീയനായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇട്ടി സാറിൻ്റെ വേർപാട് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. വ്യക്തിപരമായി ആ നഷ്ടം ഞാനും അനുഭവിക്കുന്നു. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന ഉടയവൻ്റെ ആഹ്വാനം കേട്ട്, ക്ഷണം കേട്ട്, ശബ്ദം കേട്ട് ഇട്ടി സാറും ഈ ഭൂമി വിട്ട് ആ രാജ്യം അവകാശമാക്കുവാൻ യാത്രയായിരിക്കുന്നു. ആ കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുന്നു. ഇട്ടി സാറിൻ്റെ വേർപാടിലുള്ള ദുഃഖം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട സാറാമ്മയോടും കുഞ്ഞുങ്ങളോടുമുള്ള അനുശോചനം ഞാൻ അറിയിക്കുന്നു. ദൈവം സകല ബുദ്ധിയെയും കഴിയുന്ന സമാധാനത്താൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. നിത്യതയിൽ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ സഹോദരനെ യാത്രയാക്കാം. ദൈവം എപ്പോഴും അവൻ്റെ സമാധാനത്താൽ നമ്മെ ഭരിക്കുമാറാവട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ കുര്യാക്കോസ്. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീമാൻ ഇട്ടി സാർ ദൈവത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ അനുശോചനമല്ല, പ്രാർത്ഥനയാണ് അർപ്പിക്കേണ്ടത്. നല്ല പോർപ്പൊരുതി വിശ്വാസം കാത്ത ദാസന് നീതിയുടെ കിരീടം നൽകി ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ചേർത്ത് കൊള്ളണമേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കാം. റെയിൽവേയിൽ നിന്നും ഒരുമിച്ച ടിക്കറ്റ് പരിശോധനയുടെ കൂട്ടായ്മയിൽ സജീവമായിരുന്നു ശ്രീമാൻ ഇട്ടി. കാൽമുട്ടുകൾക്ക് വേദനയുണ്ടായി നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് പോലും കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം മുതലായ സ്ഥലങ്ങളിൽ വെച്ച് കൂടിയിരുന്ന മീറ്റിങ്ങുകളിൽ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും വന്ന് സംബന്ധിച്ചിരുന്ന സാറിനെ ആരും ഒരു നാളും മറക്കുകയില്ല. എല്ലാവരോടും സൗമ്യതയോടും പ്രസാദത്തോടും പെരുമാറിയിരുന്ന ഇട്ടി സാറിൻ്റെ ദേഹോപയോഗത്തിൽ സാറിൻ്റെ ഭാര്യ, മകൾ, ചെറുമക്കൾ, മറ്റ് ബന്ധുമിത്രാദികളോടുള്ള അഗൈതവമായ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 85-ാം പിറന്നാളിന് സ്വവസതയിൽ ധാരാളം സുഹൃത്തുക്കൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ജ്യൂസിലേക്ക് പോയതിനാൽ കാണുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഫോൺ മുഖേന ബന്ധപ്പെടുമായിരുന്നു. കഴിഞ്ഞ മാസവും എന്നെ വിളിച്ച് വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വീടിന് ഏറ്റവും അടുത്ത് താമസിച്ചിരുന്ന സഹപ്രവർത്തകനായിരുന്നു ഞാൻ. വിരമിച്ച ടിക്കറ്റ് പരിശോധനയുടെ കൂട്ടായ്മയുടെ പേരിൽ എല്ലാ അനുശോചനവും നേർന്നുകൊള്ളുന്നു.
ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപഥ വീചിയിൽ ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപഥ വീചിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗീതിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗീതിയിൽ എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശു ഒഴിച്ചിടും കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശു ഒഴിച്ചിടും എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ പ്രേമകാന്തനും മുൻപോയ ശുദ്ധരും എൻ പ്രേമകാന്തനും മുൻപോയ ശുദ്ധരും കാരം വീശി വീശി മോദാൽ ചേർന്നു സ്വാഗതം ചെയ്തിടും കാരം വീശി വീശി മോദാൽ ചേർന്നു സ്വാഗതം ചെയ്തിടും മാലാഖ ജാലങ്ങൾ നാം വീച്ചെന്നെ ആനയിക്കും എൻ സ്വർഭവനേ
മാലാഖജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സ്വഭവനേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം. ഹാലേലൂയ പാടും ശുദ്ധരേവം ആലയം പൂരിതം. ഹാലേലൂയ പാടും ശുദ്ധരേവം ആലയം പൂരിതം. ഞാനും പാടിയിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. ഞാനും പാടിയിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപഥ വീചിയിൽ ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപഥ വീചിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീതിയിൽ. ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീതിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട് അങ്ങു പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. ൊരു മോക്ഷവീട്
എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല. ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല. നോടി നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണ